സൂപ്പർ സൂപ്പർ നന്നായിട്ടുണ്ട്. സിരാജ് ഓൾറെഡി പ്രൂവ്ഡ് ആണല്ലോ. ഇത് കോമഡി, പുള്ളിയുടെ പഴയ കോമഡി നന്നായിട്ട് ഗംഭീരം ഗംഭീരം ഫസ്റ്റ് വാച്ച് അടിപൊളി സൂപ്പർ നല്ല പടം. സുരാജിന്റെ ഒരു കംബാക്ക്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നല്ല സൂപ്പർ നല്ല അഭിനയമാണ്. നല്ല അഭിനയമാണ്. സൂപ്പർ ഫാന്റാസ്റ്റിക്. പടം നല്ല നൈസാണ്. മസ്റ്റ് വാച്ച് ഫിലിം നല്ല നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഫിലിമാണ്. അതായത് നല്ലൊരു ഫിലിമാണ്. സുരാജിന്റെ നല്ല കോമഡി റോള് ചേരുകയാണ്. അതായത് ഒരു സീൻ പോലും ഓൾറെഡി ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാം. അപ്പോൾ ഒരു സീൻ, ചില സീൻ കോമഡി ചെയ്യും. ഇത് ഡാർക്ക് ഹ്യൂമറാണ്. എല്ലാ കോമഡിയും അത്യാവശ്യം നല്ലൊരു വർക്കായിട്ടുണ്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരു സീൻ സുരാജിന്റെ ഭാവങ്ങൾ മാറുന്ന ഒരു രക്ഷയില്ല. കാര്യം നമ്മൾ കണ്ടു, നമ്മളല്ലേ ആയിട്ട് പോയി അയ്യോ ഇങ്ങനെയാണോ നൈസ് പടം. പടങ്ങളെയൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പർ ആയിട്ടുണ്ട്. കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല രണ്ടുമാണ്. അപ്പൊ എന്തായാലും ഫാമിലിക്ക് കയറാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഫാമിലി എന്തായാലും കാണണം. നല്ല പടമാണ്. കോമഡി ഉണ്ട്. കൊള്ളാം. റോളാണ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഹ്യൂമർ പടമാണ്. അതൊരു സിറ്റുവേഷൻ കോമഡി. അതാണ് പടം കേട്ടോ. ഒരു സൈക്കോട്ടിക് പടം. ഡേഞ്ചർ ആണെന്ന് എല്ലാവരും പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കയ്യടിയും ചിരിയും. കുറെ നാള് സത്യം പറഞ്ഞ ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ തിയേറ്ററിൽ ഒരു മുഴുനീള കോമഡിയിലേക്ക് ചിരിക്കുന്നത്, കയ്യടിക്കുന്നതൊക്കെ കാണാനായിട്ട്. അത് ദൈവത്തിന്റെ കാര്യം കൊണ്ട് അത് സംഭവിച്ചു. ഒരുപാട് സന്തോഷം. താങ്ക് യു. അടിപൊളി. കാണാത്തവര് ED തിയേറ്ററിൽ കാണുക. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് അങ്ങനെ ED എടുക്കുക. എടുത്തോ? എടുക്കട്ടെ. ഓക്കെ, താങ്ക് യു. കാണണം. എല്ലാ പടവും കാണും. നല്ലൊരു വെറൈറ്റി ജോണറാണ്. കുറച്ച് എന്താ ഡാർക്ക് ഹ്യൂമർ സാധനമാണ്. അടിപൊളിയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടോ? പിന്നെ നിങ്ങളൊക്കെ സിനിമ ഉണ്ടോ? എല്ലാവരും സിനിമ പോയാ നമ്മൾ അനുഭവിക്കല്ലേ. അല്ല, രണ്ട് ജനങ്ങളുള്ള പടമല്ല. എങ്കിലും ഇത് മനസ്സിലായി. ചില മനുഷ്യര് ചില പ്രത്യേക അന്തരീക്ഷത്തില് അപ്സേഡാവും. അത് ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. നമ്മളെല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. ചില ആളുടെ ഒരു എക്സ്ട്രാ സ്വഭാവം വരും. ചില പ്രത്യേക അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അല്ലേ, അവർ അപ്സേഡാവും. അസംബന്ധ കഥാപാത്രം പോലെ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. അതുപോലെ നൈനൂറ്റായ ഭാവം പോലും സുരാജ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് ഗംഭീരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ന്യൂ ഇയർ ക്രിസ്മസ് അടിപൊളി സൂപ്പറാണ്. അത് സൂപ്പർ അടി പൊളിച്ച് ഫാമിലി പടമാണ്. നല്ല പടമാണ്. കുഴപ്പമില്ല. സുരാജിന്റെ ഒരു വൺ മാൻ ഷോ ആണ്. കാരണം രണ്ട് രീതികളുണ്ട്. താടിയില്ലാത്ത നമ്മൾ ട്രെയിലർ കണ്ടാണ്. സോ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു സൈക്കോ, ട്രാൻസിഷൻ, കോമഡി എല്ലാം രണ്ട് കോമഡീസ്, സിറ്റുവേഷൻ കോമഡീസ് ആണ്. ഔട്ട് ആൻഡ് ഔട്ട് സുരാജിന്റെ വൺ മാൻ ഷോ. ബാക്കിയുള്ള ഫാമിലി ആകെപ്പാടെ ഒരു 10 ക്യാരക്ടേഴ്സ് അവരുടെ കഥ പറയണം. ഡോക്ടർ, അവരുടെ ഫാമിലി കഥ പറയാറുണ്ട്. എന്തായാലും ഇതൊന്ന് ഫാമിലിയായിട്ട് ക്രിസ്മസിന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവിയായിരിക്കും. അതാണ് ഞാൻ ക്ലൈമാക്സ് പറഞ്ഞത്. എനിക്ക് വേറൊരു ഫുൾ ഫോം കൂടി ഉണ്ട്. അത് പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ആ പുതിയ ഒരു ചിരി കൂടി തിയേറ്ററിൽ വന്ന് കാണാണ്. ക്ലൈമാക്സ് അറിയില്ല. സോ പിന്നെ എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഫാമിലിയായിട്ട് ക്രിസ്മസിന് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ട് തോന്നി. പിന്നെ മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു. നന്നായി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളായിരുന്നു.